രാജു പിന്നാർ, താങ്കൾ ശ്യാംരാജിന്റെ രാഷ്ട്രീയത്തെ കളിയാക്കി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ചരിത്രം അറിയാത്തവർ ഇത്തരത്തിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കരുത്. നീ അവിടെ തകർത്തു അല്ലേ? തകർത്തു തരിപ്പണമാക്കി. സ്വന്തം ചരിത്രം പഠിക്കണം. അവർക്ക് എന്താ വെച്ചാൽ ഇവർക്ക് വലിയ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. വി ഡി സവർക്കർ ഇവർ RSS ആയിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ സവർക്കറിന്റെ മുഴുവൻ ചിന്താധാരയും കൊണ്ടു നടക്കും. എന്നാലും ദഹിക്കൂ, ഒരു പ്രത്യേക ജീവിതല്ലേ. TG മോഹൻദാസിനെ ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ RSSന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവലിക്കാര്യത്തിൽ തട്ടുള്ള ഏറ്റവും കൂടുതൽ RSS പ്രൊമോട്ട് ചെയ്യുന്നവർ അറിയാലോ. ഈ ശശികലയും RV ബാബു ഒക്കെ ഉണ്ടാക്കുന്ന വർഗീയ വിഷയം എത്രമാത്രമാണ് ഇവരെ ഏറ്റെടുക്കുന്നത്. ഇവരെന്നിട്ട് എന്താ പറയും, നോർമലൈസ് ചെയ്യും. ഇത് ഇവർ കാണിക്കുന്ന ഡബിൾ ഗെയിമാണ്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. പ്രായത്തിൽ എന്താണ് ആ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അയാൾ നിങ്ങളുടെ BJPയുടെ ഇന്റലിജൻസിന്റെ ഏതോ കൺവീനർ ആയിരുന്നു പറയുന്നു. അയാൾ സംഘപരിവാറിന്റെ സഹയാത്രികനാണ്, സംഘപരിവാറിന്റെ സൈദ്ധാന്തികനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് ഇയാൾ. അവൻ ചെയ്യുന്നു, എന്നാൽ പിന്നെ ഞാനും ചെയ്യും. അയാൾ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ കുട്ടികളെ ഞാൻ വല്ലതായിരുന്നെങ്കിൽ കുട്ടികളെ കൂട്ടത്തോടെ വെടിവെച്ച് കൊന്ന് കുറെ ശവങ്ങളൊക്കെ ആശുപത്രി കൊണ്ടുപോയി 4 മണിക്കൂർ കൊണ്ട് ക്ലീൻ ആക്കിയാൽ മാത്രമാണോ? ഇങ്ങനെയൊക്കെ വേണം. അതായത് റേപ്പ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് ഇവർ റേപ്പ് അവർ പരാതിപ്പെടാത്ത കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞു വഷളത്തരത്തിന്റെ പരമാവധി BJPയുടെ ഏതോ വലിയ ഇന്റലിജൻസ് കൺവീനർ നേരത്തെ. ഇന്നിപ്പോ നിങ്ങളുടെ MP കങ്കണ റണൌട്ട് രാജ്യത്തെ കുട്ടികളെ ഒന്നാകെ അധിക്ഷേപിക്കുന്നു. ഹിന്ദു പെൺകുട്ടികളെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. അവർ ഫിൽത്താണ്, അവരെന്തോ വൃത്തികെട്ടവരാണ്, അവർ വൾഗറാണ്. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തു. വെറുപ്പിനൊരു പരിധിയില്ലേ ശ്യാംരാജ്? പോട്ടെ, ലോക്സഭയിൽ ഇന്ന് BJPയോ സർക്കാരിനോ അല്ല വിഡ്ഢികൾ എന്ന് രാഹുൽ പറഞ്ഞത്, അത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ട്രഷറി ബെഞ്ച് അത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് ഞങ്ങളെ മാത്രമാണെന്ന് തോന്നൽ എന്തിനാണ് ശ്യാംരാജ്? അത്തരത്തിൽ ഇപ്പം ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇഡിയറ്റ് എന്നുള്ള ഒരു പദപ്രയോഗം നടത്തിയത് അതൊരു നിങ്ങൾ ആലോചിക്കും. ഇപ്പൊ ഈ ചർച്ചയിൽ ഇരുന്നിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചാ ഇങ്ങോട്ട് ചോദിക്കാം. ഈ ചർച്ച നയിക്കുന്ന ആള്, ഞാനൊരു കുട്ടിയോട് സംസാരിച്ചപ്പോഴത്തേക്ക് ചർച്ച നയിക്കുന്ന ആൾ ഒരു ഇഡിയറ്റ് ആണെന്ന് കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൂഫ് എനിക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഞാൻ ആയിരക്കണക്കിന് കുട്ടികളുമായിട്ട് സംവദിക്കുന്നവരാണ്, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് എന്ത് പ്രൂഫാണുള്ളത്? ഇനി സഭയിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് തന്നെ അങ്ങനെ എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും? ഞാൻ സമരക്കാരായിട്ടുള്ള ഒരു കുട്ടിയോട് സംസാരിച്ചു, അപ്പോഴത്തേക്ക് പറഞ്ഞ് സമരത്തിന്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് മുതലെടുക്കാൻ വന്ന ഒരു മുതലെടുപ്പുകാരാണ് ചിലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആവോ? നീ ഒരു മനുഷ്യനല്ല, പാഠപുസ്തകം. അപ്പൊ ആരെ വേണമെങ്കിലും ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടോ അങ്ങനെയോ അല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ തർക്കിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ തർക്കത്തിലൊന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു സീരിയസ് ആയിട്ടൊരു ചർച്ച നടക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വെറുതെ ആൾക്കാരെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അത് പറയണ്ടെന്ന് അധികം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ ഇപ്പം ഗോലിമാരോ സാലോങ്കോ എന്ന് നിങ്ങളുടെ അനുരാഗ് താക്കൂർ പറഞ്ഞ പോലെ അത്ര പ്രശ്നമുള്ള വാക്കൊന്നും അല്ലല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ 3 വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന് വിദ്യാർത്ഥികളാണ്, 2 ഇപ്പം വിഡ്ഢികളാണ്. അവർ വിചാരിക്കും എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നവരാണെന്ന് കരുതും. 3 അന്തം ഭക്തരാണ്. അവർ അതിനേക്കാൾ പ്രശ്നമാണ്. അന്തം ഭക്തർ എന്ന് പറഞ്ഞാൽ ഈ വിഡ്ഢികളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഫോളോ ഇഡിയറ്റ്സ് എന്ന് പറയാണ്. ആരെ പറ്റിയും പറഞ്ഞതല്ല. ഒരു ജനറൽ പ്രസ്ഥാനം നടത്തിയപ്പോഴേക്കും അയ്യോ എന്നോട് ചാടി എഴുന്നേൽക്കേണ്ട കാര്യം എന്താണ്? എതിര് വല്ലതും പറയാനൊക്കോ? സാറേ ഉള്ളുക്കപ്പെട്ടെ കാം ചോടുക്കർ ചല ജാസേ എന്നായിരിക്കും അടുത്ത ഡയലോഗ്. എന്റെ ഹാഷ്മി, അതൊരു സഭയിലൊരു ചർച്ചകൾ നടക്കില്ലേ? ഇത് ഇങ്ങനെ പറഞ്ഞെന്താ? ഇന്നലെ പ്രിയങ്ക ഗാന്ധി പറയുന്നു എന്താണ് നന്ദൻ നിലേക്കർ ടാസ്ക് ഫോഴ്സിൽ ഒരു ഗോമൂത്ര വിദഗ്ധനുണ്ട്. അപ്പൊ തുടങ്ങി പ്രതിഷേധം. എന്താ ഇതിന്റെ സിംറ്റംസ്? എന്റെ ഒരു ഒറ്റമുണ്ടായി ബവൽ സിൻഡ്രോം മരുന്നാണ്, ചുമ്മാ തള്ളുന്നതാണ് എന്നൊക്കെ തള്ളിയ ആളല്ലേ അദ്ദേഹം നന്നായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തെ ഗോമൂത്ര വിദഗ്ധൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം എന്താ ശ്യാം? അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. നിങ്ങൾ അതിനെ ബഹുമതിയായി കാണേണ്ടവരല്ലേ? അല്ലല്ല, അങ്ങനെ പറയല്ലേ ഹാഷ്മി. അതെന്താ അറിയോ, അതാ ഞാൻ പറഞ്ഞത്, ഒരു സഭയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവുന്നേ. തേച്ചാലും കുളിച്ചാലും പുകാത്ത് പറയാൻ ഞമ്മക്ക് അറിയാനിട്ടല്ല. അതിനകത്ത് ഒരു കാര്യത്തിൽ മാത്രം എടുത്തിട്ട് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ടാവും? ഇതിനകത്ത് ഹാഷ്മിയുടെ പ്രശ്നം എന്താ, നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അതിനെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കലാണ്. നിന്റെ പണി നോക്കി പോടച്ചക്ക. രാജ്യത്തിന്റെ യുവാക്കളെ തല്ലിച്ചതച്ചു, അവരെ ആണി വെച്ച ലാത്തി കൊണ്ട് മർദ്ദിച്ചു, അവർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ച് ആക്രമിച്ചു, അവർക്ക് മാരകമായി പരിക്കേറ്റു. ഒരു വിദ്യാർത്ഥി കാഴ്ച തിരിച്ചിട്ടോന്ന് ഉറപ്പ് ഇപ്പോഴും ഇല്ല. അവരുടെ ദേഹം അരിപ്പ പോലെയാക്കി പോലീസ്. ആരുത്തരവിട്ടു എന്നൊരു ചോദ്യം രാജ്യത്തിന് മറുപടി വേണ്ടേ ശ്യാമേ? അത് കഴിഞ്ഞിട്ടാവാന്നേ ഈ പറഞ്ഞ ചർച്ച. അപ്പൊ അതിൽ കിടക്കരുത്. ആരാധാ സ്വാമി അതിന് കടന്നത്? താനല്ലേ രാവിലെ ഗീർവാനായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ഹാഷ്മി, ചർച്ച അതിലോട്ടാണ് ഞാൻ പറയുന്നത്, അതിലോട്ടാണ് ഞാൻ വരുന്നതെന്ന്.
അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഈ ശിവൻകുട്ടി വെറും ശവൻകുട്ടിയല്ല, ഈറ്റപ്പുലിയാണ്. ഇന്നെന്താ സഭയിലുണ്ടായിട്ടുള്ള ചർച്ചകൾ എന്തായിരുന്നു? കഴിഞ്ഞ 6 ദിവസം വെറുതെ നിന്നു, ഒരു ചർച്ചയും നടന്നിട്ടില്ലല്ലോ. ബഹളം വെച്ചിട്ടുണ്ട്, രാജ്യം കാര്യം അറിയോ? ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യം കാര്യം അറിയോ? ചർച്ച ചെയ്യാമെന്നേ, ഇതിന് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കില്ല. സാധാരണ ഒരു വിഷയത്തിൽ ചർച്ച വരുന്നത് എങ്ങനെയാ? ചർച്ചയ്ക്ക് മറുപടി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി കൊടുക്കുന്ന എപ്പോഴാ? അത് ചർച്ച നടത്തുന്ന ഒരു സംവിധാനം, ഒരു സമയമില്ലേ? നോക്കിക്കോളൂ, 2:30 മണിയായി, പോയിക്കോളൂ. സന്തോഷമായി. അല്ല, രാഹുൽ ഗാന്ധി പറയുന്ന ഇന്നൊരു അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, എന്തോ ചങ്കൊക്കെ വിരിച്ചിട്ട് വരുന്നൊരു ഫോട്ടോ. അത് കണ്ടിട്ട് കോൺഗ്രസ്സുകാർ പേടിക്കുമായിരിക്കും, എല്ലാവരും പേടിക്കൊന്നുമില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി പറയുന്ന സമയത്ത് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി വന്നിട്ട് ഉത്തരം പറഞ്ഞു നടക്കുന്ന കാര്യമൊന്നുമില്ല. അറിഞ്ഞങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ തറവാടിത്തം. എന്താ, ഇവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട്, നടപടികൾ അനുസരിച്ചിട്ട് ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം കാശ്മീർ തീർന്നില്ല കേട്ടോ. ഇവിടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുന്ന ആളാണല്ലോ, ഏതൊരു ചോദ്യത്തിന് ഉത്തരം തരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഇനിയും ചർച്ച ചെയ്യാന്നേ, ഈ നടന്ന സമരങ്ങളെ കുറിച്ചിട്ട്, അതിന്റെ ഭാവിയെ കുറിച്ചിട്ട്, ഈ ബില്ലിനെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിരിക്കട്ടെ. ഹാഷ്മിയെ പോലുള്ള മാധ്യമപ്രവർത്തകരോട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ആ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാതെ നിങ്ങളുടെ രാഷ്ട്രീയം, തലയിലുള്ള രാഷ്ട്രീയം വെച്ചിട്ട് ഉള്ള വിഷയങ്ങളുമായിട്ട് എടുത്തിട്ട് വരുന്നത് ഈ സമയത്ത് ആ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന നീതികേടാണ്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ശ്യാമരാജ്, രാജു പി നായർ ഈ TG പറഞ്ഞ വഷളവർത്താനം വെച്ച് മാത്രം പറഞ്ഞതല്ല. ഇന്നലെ പ്രിയങ്ക ഗാന്ധി സഭയിൽ പറഞ്ഞതാണ്. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയുന്നു, പുതിയ വരുന്ന വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. മനസ്സിലായില്ലേ? ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു യുവതിയെ ബലാത്സംഗം ചെയ്ത് ഈ പറയുന്ന വിവസ്ത്രയെ അവിടെ ഉപേക്ഷിക്കുന്നു, കൂടെയുള്ള 11 പേരെ കൊല്ലുന്നു, കൂടെയുള്ള കുഞ്ഞിനെ കാലവാരി ഈ പറഞ്ഞ പാറക്കല്ലടിച്ച് കൊന്നു കളഞ്ഞ പ്രതികൾ നല്ല നടപ്പെടുത്ത് പുറത്തോട്ട് വിട്ടപ്പോൾ അതിനെ അനുകൂലിച്ച ആളാണ്. അത് ശരി. രാജു പി നായർ പറയുകയായിരുന്നു, പ്രിയങ്ക ഗാന്ധി പറയുകയായിരുന്നു. സത്യമാണ്. കാശ്മീർ അങ്ങനെയല്ല, അതിനകത്ത് കാര്യം അങ്ങനെയല്ല. അതായത് പാർലമെന്ററി കാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ആ സമയത്ത് എന്താണ് കോടതിയുടെ നടപടി എന്ന് പറഞ്ഞിട്ടേ മാത്രമേ ഉള്ളൂ. കാശ്മീർ കാര്യം ഒരു ചർച്ചയ്ക്ക് എത്രമാത്രമാണെങ്കിലും രാഷ്ട്രീയം പറയാൻ വേണ്ടി തയ്യാറാണ്. ചർച്ചയ്ക്ക് എത്രമാത്രമാണെങ്കിലും ഐഡിയോളജി പറയാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ ഇമ്മാതിരി നോക്കി, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ്. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൂട്ടക്കൊല, വംശീയ കൂട്ടക്കൊല എന്നുള്ള സിഖ് വിരുദ്ധ കലാപം നടക്കുന്നത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ്. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലമാ. സിഖുകാരുടെ വീടിന് എസ് നമ്പർ മാർക്ക് വിട്ടിട്ട് ഇവർ വോട്ടർ പട്ടിക വെച്ചിട്ട് ആൾക്കാരെ, സിഖുകാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, കഴുത്തിൽ ടയർ ഇട്ടിട്ട് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്രമാത്രം കൊലപാതകം ചെയ്തിട്ടുള്ള, വംശീയ കലാപം നടത്തിയിട്ടുള്ള, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സമരം ചെയ്തപ്പോൾ വെടിവെച്ച് കൊന്നിട്ടുള്ള രാഷ്ട്രപിതാവിന്റെ ഘാതകനെ ആരാധിക്കുന്നത് ഇതൊന്നും എന്നോട് വിളമ്പല്ലേ. 1966 വെടിവെച്ചു, ഡൽഹി സമരത്തിൽ വെടിവെച്ചു എന്നാണ് സമരക്കാരെ. 94 മധ്യപ്രദേശിൽ വെടിവെച്ചു എന്നാണ് ദിഗ്വിജയ് സിംഗിന്റെ സർക്കാർ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കർഷകരെ, അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് വന്നിരുന്നിട്ട് അയാൾക്ക് വായി തോന്നിയെല്ലാം വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതിനുള്ള ലൈസൻസ് കൊടുത്തിട്ട് ഹാഷ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തോന്നുന്നതല്ല ഞങ്ങളുടെ ഐഡിയോളജിയും വിളിച്ചു പറയാമെന്ന് നടക്കൂല. ഹാഷ്മി കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. മാന്യതയ്ക്ക് നിരക്കാത്ത, മര്യാദയ്ക്ക് നിരക്കാത്ത ചർച്ചകൾ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഞാൻ തോറ്റു. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? രാജു പി നായർ പറഞ്ഞത് ഗോഡ്സെ, രാജു പി നായർ പറഞ്ഞത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പറ്റിയാണ്, അങ്ങേ പറ്റിയല്ല, അങ്ങയുടെ രാഷ്ട്രീയത്തെ പറ്റിയല്ല. രാമരാജ് പിണങ്ങി പോലെ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയാ, ഞാൻ പോകണേ. രാമരാജ് പിണങ്ങി പോലെ. പോയി. ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവൽ.